വെൽക്കം ടു ATM ആൻഡ് വിഡ്രോ നോളജ്. നമ്മൾ ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ 13ാം ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ്. അസർട്ടീവ് സെന്റൻസിലുള്ള ഫ്യൂച്ചർ ടെൻസിനെ ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറ്റാം, അവയ്ക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു, കമന്റ് ബോക്സിൽ ഇടുക. നേരെ ക്ലാസ്സിലേക്ക്. ഫ്യൂച്ചർ ടെൻസിലുള്ള ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഷാലിനും വില്ലിനും വരുന്ന മാറ്റമാണ്. ഷാലിനെയും വില്ലിനെയും നമ്മൾ വുഡ് അല്ലെങ്കിൽ ഷുഡ് ആക്കി മാറ്റുന്നു. വിൽ വുഡ് ആവുന്നു, ഷാൽ ഷുഡ് ആവുന്നു. മറ്റൊരു കാര്യം, സാധാരണ നമ്മൾ ചെയ്യുന്നത് വില്ലിനെയും ഷാലിനെയും നോർമലി നമ്മൾ വുഡ് ആക്കിയാണ് മാറ്റുന്നത്. ഇപ്പൊ റിപ്പോർട്ടർ സ്പീച്ചിൽ നോർമലി ചെയ്യുന്നത് ഷാലും വില്ലും വുഡായി മാറലാണ്. എന്നാൽ ഷാൽ വുഡ് ആകാതെ ഷാൽ ഷുഡ് ആകുന്ന സാഹചര്യമുണ്ട്. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നത് ഒരു സജഷൻ ആണെങ്കിൽ, ഉദാഹരണത്തിന് ഷാൽ ഐ ഗോ, ഷാൽ ഐ ഡു ഇറ്റ്, ഇങ്ങനെയുള്ള സജഷൻ ആണെങ്കിൽ ആ ഷാലിനെ നമ്മൾ വുഡാക്കിയല്ല മാറ്റുന്നത്, ഷുഡാക്കി തന്നെയാണ് മാറ്റുന്നത്. അപ്പോ ഷാൽ ഒരു സജഷനെയാണ് കാണിക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഷുഡ് ആവണം. സജഷൻ അല്ല, ഒരു സിമ്പിൾ ഫ്യൂച്ചർ ആക്ഷനെ കുറിച്ച്, ഒരു ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് കാണിക്കുന്നതെങ്കിൽ ഷാലിനെ നമ്മൾ വുഡാക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ വില്ലും ഷാലും നോർമലി വുഡാക്കി മാറ്റണം. ഷാൽ ചില സന്ദർഭങ്ങളിൽ ഷുഡായി മാറും സജഷന്റെ സമയം. ഇനി മേ എന്നുള്ളത് മൈറ്റായി മാറണം, ക്യാൻ ഉള്ളത് കുഡായി മാറണം. ഇവയെല്ലാം മോഡൽ ഓക്സിലറീസ് ആണ്. അപ്പൊ മോഡൽ ഓക്സിലറീസിന്റെ മെയിൻ ചേഞ്ചസ് ഇങ്ങനെയാണ്: മേ മൈറ്റ് ആവുന്നു, ക്യാൻ കുഡ് ആവുന്നു. ഇനി വിൽ, ഷാൽ, മേ, ക്യാൻ ഇവയുടെ പാസ്റ്റ് ഫോം ആണ് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്. കൂടാതെ ought to, used to ഇവയാണ് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നതെങ്കിൽ അവയ്ക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പൊ മാറ്റങ്ങൾ വരുന്നത് ഷാൽ, വിൽ, മേ, ക്യാൻ ആണ്. ഇവയ്ക്ക് മാറ്റമില്ല. ഇനി മസ്റ്റ് എന്നുള്ള മോഡൽ ഓക്സിലറി എന്തായി മാറുന്നു? ഹാഡ് ടു ആയി മാറണം. മസ്റ്റിനെ ഹാഡ് ടു ആക്കി മാറ്റുന്നു. ഈ സംഗതികളെല്ലാം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ചില എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇവയെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ഒരു സെന്റൻസ് ആണ്. അസർട്ടീവ് ആണ്, അത് സിമ്പിൾ ഫ്യൂച്ചറിലുമാണ്. എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ഐ സെഡ് ഷീ വിൽ കം ടുമോറോ. അസർട്ടീവ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷീ വിൽ കം ടുമോറോ, അവൾ നാളെ വരും. ഇപ്പോ അസർട്ടീവ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്കറിയാം. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വരണം. ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വീണ്ടും പറയുന്നില്ല. അപ്പൊ ഐ സെഡ് ദാറ്റ്, ഐ സെഡ് ദാറ്റ്. ഇനിയുള്ളത് എന്താണ്? നമ്മുടെ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന പേഴ്സണൽ പ്രൊനൗണിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനാണ്. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പേഴ്സൺ സിംഗുലർ. നമുക്ക് അറിയാം തേർഡ് പേഴ്സൺ ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ, അതായത് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ ഇവയാണ് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നതെങ്കിൽ അവയായിട്ട് തന്നെ തുടരുന്നതാണ്. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന തേർഡ് പേഴ്സൺസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലും അതായി തന്നെ തുടരും. ഐ, വി, യു ഇവയ്ക്ക് എങ്ങനെയാ മാറ്റം വരുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ അതുപോലെ തന്നെ തുടരുന്നതായിരിക്കും. ഐ സെഡ് ദാറ്റ് ഷീ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഷീ ആയി തന്നെ തുടരുന്നു. ഷീ. ഫ്യൂച്ചറിലെ ഒരേ ഒരു മാറ്റം എന്താണ്? വില്ലിനെ വുഡ് ആക്കി മാറ്റുക. അപ്പൊ നമ്മൾ എഴുതുന്നു വിൽ വുഡ് ആയി. ഷീ വുഡ് കം. ടുമോറോ എന്നുള്ളത് നാളെ കാണിക്കുന്ന വേർഡാണ്. ടുമോറോ എന്നുള്ള വേർഡ് എങ്ങനെയാ മാറുന്നത് എന്ന് നമ്മൾ ഒരു എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടേക്കുക. ടുമോറോ മാറുന്നത് എങ്ങനെയാണ്? ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് ഡേ. അല്ലെങ്കിൽ ടുമോറോ മറ്റൊരു രീതിയിൽ എഴുതിയാൽ ദ ഫോളോയിങ് ഡേ. രണ്ട് രീതിയിൽ എഴുതാം. ഐ സെഡ് ദാറ്റ് ഷീ വുഡ് കം ദ നെക്സ്റ്റ് ഡേ, ഓർ ഐ സെഡ് ദാറ്റ് ഷീ വുഡ് കം ദ ഫോളോയിങ് ഡേ.
മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഈ സെന്റൻസ് തന്നെ ഇതിന് പകരം ഷാൽ ആണെന്ന് വെക്കുക. ഷീ ഷാൽ. ഇങ്ങനെയായിരുന്നു ഒന്ന് സെന്റൻസ്. ഐ സെഡ് ഷീ ഷാൽ കം ടുമോറോ. അപ്പോഴും നമ്മൾ ഈ ഷുഡിനെ വുഡ് ആക്കി തന്നെ മാറ്റുന്നു. ഐ സെഡ് ദാറ്റ് ഷീ വുഡ് കം ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഷാൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ആക്ഷനെയാണ് കാണിക്കുന്നത്. എന്താണ്? ഷീ ഷാൽ കം ടുമോറോ. അവൾ നാളെ വന്നേക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്, അല്ലേ? അവൾ നാളെ വരും. അതൊരു ഫ്യൂച്ചർ ഈവന്റിനെയാണ് കാണിക്കുന്നത്, സജഷൻ അല്ല. സജഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷാൽ ഷുഡായി മാറണമെന്നാണ്. സജഷൻസിനെ കുറിച്ച് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഷാൽ ഇപ്പോൾ സജഷൻ അല്ല കാണിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ വുഡാക്കി മാറ്റണം. സജഷൻ ആയിരുന്നെങ്കിൽ ഷുഡായി മാറിയ. അപ്പോൾ ഷീ ഷാൽ കം ടുമോറോ, so that she would come tomorrow. അപ്പോൾ ഇവിടെ ഷാൽ വന്നാലും വില്ല് വന്നാലും നോർമലി നമ്മൾ വുഡാണ് എഴുതുന്നത്. അടുത്തതായി ഫ്യൂച്ചർ കണ്ടിന്യൂസിലുള്ള ഒരു അസർട്ടീവ് സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സിമ്പിളാണ്. ഇവിടെ ഇൻവേർട്ടഡ് കോമയിൽ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ഞാൻ റിസൾട്ട് കാത്തിരിക്കുകയായിരിക്കും. വിൽ ബി പ്ലസ് ING അതെന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ മാറ്റുമ്പോഴും വിൽ ബി പ്ലസ് ING വുഡ് ബി പ്ലസ് ING ആക്കിയാൽ മതി. കഴിഞ്ഞു പരിപാടി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പൊ ഐ വിൽ ബി വെയിറ്റിംഗ് എന്നുള്ളത് ഐ വുഡ് ബി പ്ലസ് വെയിറ്റിംഗ് ആയി മാറണം. ഈ ഐ ആരായി മാറും എന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കാം. അപ്പൊ വുഡ് ബി പ്ലസ് ING. ഇനി ഇത് ഷാൽ ബി. ഐ ഷാൽ ബി വെയിറ്റിംഗ് എന്നായിരുന്നുവെങ്കിലും ഈ രണ്ട് കേസിലും നമ്മൾ എന്താണ് എഴുതുന്നത്? വുഡ് ബി പ്ലസ് ING ആയി മാറണം. ഇവിടെ ഷാൽ സജഷനെ അല്ല കാണിക്കുന്ന, ഒരു ഫ്യൂച്ചർ ആക്ഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വുഡ് ബി പ്ലസ് ING ആയി മാറണം. നമുക്ക് നോക്കാം. ഷീ സെഡ് ദാറ്റ്. അസർട്ടീവ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗം നേരിട്ട് എഴുതുന്നു. ഷീ സെഡ് ദാറ്റ്. ഇനി ഐ ആണ്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊനൗൺ ആരുമായിട്ടാണ് ബന്ധം? പല കുറി പറഞ്ഞിട്ടുള്ളതാണ്. ആരുമായിട്ടാണ് ബന്ധം? അതിന് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായിട്ടുമാണ് ബന്ധം. റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്ട് ഷീ ആണ്. ഐക്ക് ബന്ധം ഷീയുമായിട്ടാണ്. അപ്പൊ ഈ ഐ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഷീ തന്നെയാണ്, അവൾ തന്നെയാണ്. അപ്പോൾ ഷീ സെഡ് ദാറ്റ്. ഈ ഐ അവളായതുകൊണ്ട് നമ്മൾ ഇവനെ അവളാക്കി മാറ്റുന്നു, ഷീ ആക്കി മാറ്റുന്നു. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വിൽ ബി വെയിറ്റിംഗ്. വിൽ ബി വെയിറ്റിംഗ് എന്തായി മാറി? വുഡ് ബി വെയിറ്റിംഗ് ആയി മാറി. She would be waiting for the result. വളരെ സിമ്പിൾ. She said that she would be waiting for the result. She said I shall be waiting for the result എന്നായിരുന്നുവെങ്കിലും നമ്മൾ നോർമലി പറയും she said that she would be waiting for the result എന്ന് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിലെ അസർട്ടീവ് സെന്റൻസിനെ നമ്മൾ സാധാരണ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഷാലിനും വില്ലിനും പകരം നോർമലി വുഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ രണ്ടെണ്ണം കൂടിയുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ. ഗുഡ് ബൈ. Please like, share and subscribe the channel.